ബലാത്സംഗ കേസിൽ MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചു. രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. യുവതിയെ പീഡിപ്പിച്ച ഫ്ളാറ്റിൽ ഉൾപ്പെടെ രാഹുലിനെ എത്തിച്ച് വരും ദിവസങ്ങളിൽ തെളിവെടുപ്പ് നടത്താനും നീക്കമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യ ബലാത്സംഗ കേസിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം 10 മണിയോടെ രാഹുൽ തിരുവനന്തപുരത്തെത്തി. പേരൂർക്കടയിലെ പോലീസ് ക്ലബ്ബിൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന AIG G പൂങ്കുഴലിയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. 1.5 മണിക്കൂർ ചോദ്യം ചെയ്യലിനു ശേഷം രാഹുലിനെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. രാഹുലിനെ ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാക്കുന്നതിന് കോടതി അനുമതി നൽകിയിരുന്നു. മെഡിക്കൽ പരിശോധനയും ഇന്ന് പൂർത്തിയാക്കി. രാഹുലിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് പരിശോധനയ്ക്ക് അയക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലിനായി 3 ദിവസത്തേക്ക് ഹാജരാകാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യ ബലാത്സംഗ കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. യുവതിയും രാഹുലും തമ്മിൽ ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നും യുവതി സ്വമേധയാ ഗർഭചിത്രത്തിന് മരുന്ന് കഴിക്കുകയായിരുന്നുവെന്നും വിലയിരുത്തിയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത മറ്റ് 2 ബലാത്സംഗ കേസുകളിൽ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ രാഹുലിനെ യുവതി താമസിച്ച ഫ്ളാറ്റിൽ ഉൾപ്പെടെ എത്തിച്ച അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്താനും സാധ്യതയുണ്ട്. ജനം, തിരുവനന്തപുരം.